കോടമഞ്ഞ് നമുക്ക് അരികിലെത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കോടമഞ്ഞിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ കൂടിയിട്ടാണുള്ളത്. ചെറിയ ചാറ്റൽ മഴ. സൂപ്പർ സൂപ്പർ. ഇവിടുത്തെ ഏറ്റവും ഗംഭീരമായ സൗന്ദര്യാത്മകമായ അവസ്ഥ. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞായറാഴ്ച അവധി ദിവസം ഒരു ചെറിയ മൂഡ് ഓഫിൽ റൂമിലിങ്ങനെ ഇരിക്കുമ്പോൾ സുഹൃത്ത് പറഞ്ഞ് നമുക്ക് കേരളത്തിൻ്റെ ഊട്ടി റാണിപുരം ഒന്ന് പോയാലോ എന്ന് ചോദിച്ച്. എന്നാലാവാമെന്ന് ഞാനും കരുതി. പക്ഷെ അത് ഇത്ര മനോഹരമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. റാണിപുരം എന്നുള്ളത് ജലനിരപ്പിൽ നിന്നും 1040 മീറ്റർ ഉയരമുള്ള ഒരു മലയാണ്. അവിടുത്തെ സവിശേഷത ഒരേ സമയം തന്നെ തണുപ്പ്, ചൂട്, കോടമഞ്ഞ്, അങ്ങനെ പലതരത്തിലുള്ള അന്തരീക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭംഗികൾ ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും സവിശേഷമായ കാഴ്ച. റാണിപുരത്തിൻ്റെ കവാടത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ മലയിലേക്കുള്ള കയറ്റം തുടങ്ങുന്നുണ്ട്. 18ഓളം കിലോമീറ്റർ അകലെ നിന്ന് തന്നെ കയറ്റമാണ് നമുക്ക് ലഭിക്കുന്നത്. അതും നല്ലൊരു കാഴ്ചയാണ്. മറ്റൊരു എക്സ്പീരിയൻസാണ് ഈ കവാടത്തിൽ എത്തുന്നതിന് മുമ്പുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. 200 രൂപയാണ് കയറാൻ ഫീസ് ആവശ്യപ്പെടുന്നത്. കർശന നിർദ്ദേശങ്ങളും നിബന്ധനകളുമുണ്ട്. അങ്ങോട്ട് കയറുമ്പോൾ പ്ലാസ്റ്റിക് പോലത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ഫീസ് വേണം. വിദേശികൾക്ക് വേറെ ഫീസാണ്, കുട്ടികൾക്ക് വലിയവർക്കും വ്യത്യസ്ത ഫീസുകൾ. കർശന പരിശോധനയ്ക്ക് ശേഷമാണ് മുകളിലേക്ക് കയറ്റി വിടുന്നത്. റാണിപുരം ഹില്ലിന് മേലേക്കുള്ള എൻട്രൻസ്. ഇവിടെയാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. ഇങ്ങനെ കല്ലുകൾ പാകി ഇതാണ് അവസ്ഥയിലാണ്. നമ്മൾ ശരിക്കും കാട് തന്നെയാണ്. കാട്ടിലേക്കാണ് കയറുന്നത്. ചുറ്റുഭാഗം വനനിബിഡമാണ്. അങ്ങോട്ട് ഇട്ടിട്ടുണ്ടേ ഇതിനാണ് അറിയാലോ. ഒരാഴ്ചയിൽ പോയിട്ട് എങ്ങനെയല്ലേ മടുപ്പ് ഇങ്ങനത്തെ ഇതായിട്ട് അവിടെ ഇരുന്നിട്ട് ഇത് പടുക്കും. സംശയം അവിടെ പോയി സംശയത്തിലെ പോയത് നാളെയായിരുന്നു. ഫുൾ വനം ഫോറസ്റ്റ് മൊത്തം കാടാണ്. മൂന്നിലോട്ട് എടുക്കാനുള്ള ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവും. ആദ്യമായിട്ട് പോകണല്ലേ. നാം കാണാത്ത 100 കണക്കിന് വൃക്ഷങ്ങൾ ഇവിടെ നമുക്ക് കാണും. നമുക്കൊന്നും ഇത്ര കാലം കേൾക്കാത്ത പേരുകളാണ് ആ വൃക്ഷങ്ങളുടെയൊക്കെ മേലിൽ, വടാവൃക്ഷങ്ങളുടെയൊക്കെ മുകളിൽ എഴുതി വച്ചിട്ടുള്ളത്. 2 മണിക്കൂർ ആ കരയണ വണ്ടി വിളിക്കേണ്ടി വരുവാ. നിലവിളി ശബ്ദോട് അതെന്താ ഇതല്ല അതൊരു ഈ കുറേ 2 മണിക്കൂർ കൊണ്ട് യാത്ര ഉണ്ടല്ലേ.
ഈ കാണുന്ന ഭാഗം കർണാടകയുടെയും കേരളത്തിൻ്റെയും അതിർത്തി പ്രദേശമാണ്. സമുദ്രനിരപ്പിന് 3000 മീറ്റർ ഇനി അങ്ങോട്ട് കാടിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാം. അടി മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ആനവിണ്ടല്ല നടന്നു കല്ല് പോലില്ല പാവം. ഊണ് പോയാൽ കഴിഞ്ഞ് എന്താ എത്ര 300 അടി താഴെപ്പത്. അത് ഇത്ര അടിയിൽ നിന്ന് ഈ മരങ്ങൾ വലുതായി വന്നിട്ടുണ്ടല്ലോ. ചെറിയ വരം പാമ്പാണ് പാമ്പിന്റെ കുഞ്ഞ്. അത് പാണത്തൂരല്ലേ? പാണത്തൂർ ടൗണല്ലേ ആ കാണുന്ന പാണത്തൂര്? ആ അതായത് നമ്മുടെ പാണത്തൂര് കരിമ്പാറയല്ല. സമയം 12 മണി ആവുന്നു. ഇപ്പോൾ വെയിൽ എറിച്ചത്. വെള്ളം കൊടുത്തില്ലേ? ഇതേക്കാളും വലിയ പാറകളാണ് നമ്മുടെ നാട്ടിലുള്ള പാറകൾ. ഇതൊരു പാറയാണിത്, ഒറ്റ പാറ ഇങ്ങനെ. മലയാളിയുടെ ഏറ്റവും ഇഷ്ടം പേരെഴുതുന്ന പരിപാടി അല്ലേ? അതിനകത്ത് പേരെഴുതുന്ന പരിപാടി. ആ കക്കൂസ് പോയിട്ട് പേര് എന്തെങ്കിലും നമ്പറൊക്കെ എഴുതി കൊടുക്കും. അതെ, ചൊടിയിലെ ആൾക്കാരൊക്കെ നമ്പർ. അതെ, ഇതിൽ വിളിച്ചാൽ സുന്ദരി, ഞാൻ അങ്ങനെ സുന്ദരിയാന്ന് ഇത് വിളിച്ചോളൂ. ഇതെല്ലാം എഴുതുന്നുണ്ട്. എന്താ രസം കാണാൻ. ആൾക്കാർക്ക് അവിടെ പോയിരിക്കും പേടിയില്ലാത്ത. വെയിൽ വരുന്നുണ്ട്, അങ്ങോട്ട് പോണ്ടേ? സ്ലിപ്പേ പോ നോക്കണം. കോടമഞ്ഞും വെയിലും. നടക്കാം. പാട്ടിട്ട് പോകാൻ പാട്ട് രസം, പ്രത്യേക രസമാണ്. അവന് 1 മണിക്കൂർ തന്നെ കഴിയുന്ന പറഞ്ഞു തിരിച്ച് വരുമ്പോൾ. പക്ഷേ 2 മണിക്കൂറാവും.
നമ്മൾ കാണോ നമ്മളെ ആ ഗേറ്റ് ഉണ്ട് ഞങ്ങളുടെ ഇപ്പം സമയം 12:45 നല്ല തണുത്ത കാലാവസ്ഥ. ഇതാണ് ടോപ്പ് ഹില്ല്. ഇതാണ് നോക്കി ഇത്രയാ പോണ്ടതാ 2 ഇതാണ് ഈ മലയുടെ ഏറ്റവും ടോപ്പ്. ഈ കല്ലാണ്. ഈ പാറയുടെ മുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് എത്തിയാലാണ് മഴയും വെയിലും കോടമഞ്ഞും തണുപ്പും കാറ്റും എല്ലാം ആസ്വദിക്കാൻ കഴിയുന്നതെന്നാണ് നേരത്തെയുള്ള ആളുകൾ താഴത്തു നിന്ന് നമ്മോട് പറഞ്ഞിരുന്നത്. ആ സ്ഥലത്തേക്ക്, ആ പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ടോപ്പ് ഈ മലയുടെ ഏറ്റവും മുകൾ ഭാഗം. കോടമഞ്ഞ് ഇറങ്ങുന്ന ഇവിടുത്തെ ഏറ്റവും പ്രകൃതി രമണീയമായ സുന്ദരമായ കാഴ്ച. ഒരേ സമയം ഇരുട്ട്, വെളിച്ചം, മഴക്കാറ്, കോടമഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ ഫിനിഷ് പോയിന്റിലാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്യാൻ സാധ്യത ഉണ്ട്. മഴക്കാറ് നല്ല അടുത്ത് വരുന്നുണ്ട്, കോടമഞ്ഞ് നല്ല അടുത്ത് വരുന്നുണ്ട്. ഇനി എത്ര സമയമാണ് നമുക്ക് ഈ വീഡിയോ തുടരാൻ കഴിയാമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ കോടമഞ്ഞിലാണ് ഉള്ളത്. മഞ്ഞ് നമുക്ക് അരികിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കോടമഞ്ഞിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ കൂടിയിട്ടാണുള്ളത്. ചെറിയ ചാറ്റൽ മഴ. സൂപ്പർ സൂപ്പർ. നിങ്ങൾ നനയ്ക്കാതെ എങ്ങനെ രണ്ടാക്കുന്നു പറഞ്ഞേ? നൂൽമഴ. കോടമഞ്ഞിതാ പുറപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും ഗംഭീരമായ സൗന്ദര്യാത്മകമായ അവസ്ഥ. നനയാൻ വെക്കാന്നുള്ള പറഞ്ഞേ. റാണിപുരത്തേക്ക് സ്വാഗതം. നന്ദി, നമസ്കാരം.